അരുൺ ഈ പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, കൃത്യമായി കാണിച്ചു തരുന്നു ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടിയെന്ന്. ഈ പറയുന്ന പോലെ തന്നെ ഈ ജയിൽ കമ്പി മുറിക്കാൻ ചിലപ്പോൾ 1.5 മാസത്തെ സമയം എടുത്തിട്ടുണ്ടാകും, പരിശ്രമം എടുത്തിട്ടുണ്ടാകും. പക്ഷെ അതിന് മുന്നോടിയായി ഗോവിന്ദചാമി നടത്തിയ ഒരു മേക്കപ്പ് ഉണ്ട്, ഒരു മേക്ക് ഓവർ ഉണ്ട്. തൻ്റെ ഭാരം കുറയ്ക്കുന്നു, ജയിലിൽ വ്യായാമം ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നു, ആയുധങ്ങൾ ശേഖരിക്കുന്നു. ഘട്ടം ഘട്ടമായി ഇത്രയും കാര്യങ്ങൾ ഗോവിന്ദചാമി ചെയ്തിട്ടും ജയിലിലെ അധികൃതർ, ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അരുൺ. സുഹൈൽ, ഇതിൽ രണ്ട് തരത്തിലാണ് ഈ സുരക്ഷാ വീഴ്ചയെ നമ്മൾ കാണേണ്ടത്. അതിൽ ഒന്ന്, ഈ ആസൂത്രണ സമയത്ത് ഇത് തിരിച്ചറിയാൻ അതിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചറിയാൻ ഈ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ്. ഇയാൾ ഈ ആഹാരക്രമത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ഈ ചപ്പാത്തി മാത്രം കഴിക്കുക, അരി ഭക്ഷണം നിരന്തരമായി ഒഴിവാക്കുക, ചപ്പാത്തി കഴിച്ച് ഈ തടി കുറക്കുന്നതിന് വേണ്ടി അയാൾ നടത്തിയിട്ടുള്ള ആ ശ്രമങ്ങൾ, അത് അയാളുടെ ഇപ്പോഴത്തെ നിലവിലെ ശരീര നില കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഈ ജയിൽ ചട്ടങ്ങൾ തന്നെ കൃത്യമായി ഈ നമ്മുടെ താടിയൊക്കെ വടിക്കേണ്ടതുണ്ട്. പക്ഷേ ആ താടി അയാൾ കുറേ നാളായി ഇങ്ങനെ നീട്ടി വളർത്തുകയാണ്. അയാളുടെ ഒരു രൂപം തന്നെ മാറിയ ഒരു അവസ്ഥയിലേക്ക് അയാൾ അതിൽ മാറുന്നു. മറ്റൊന്ന്, ഈ ആയുധം, ഇത് മുറിക്കുന്നതിന് വേണ്ടി ഇയാൾ കണ്ടെത്തിയിട്ടുള്ള ബ്ലേഡിന് സമാനമായിട്ടുള്ള ആയുധം, അതയാൾ അങ്ങനെ ഒരു ആയുധം അയാൾ അവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, രൂപപ്പെടുത്തിയെടുത്തതാണ്. അങ്ങനെ ഒരു ബ്ലേഡ് മാത്രമായിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് അയാൾ അതിന് മൂർച്ച കൂട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യം, അങ്ങനത്തെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി അയാൾ കുറേ മാസങ്ങളായി നടത്തിയിട്ടുള്ള ആസൂത്രണമുണ്ട്. പിന്നീട് ഇത് മുറിച്ചു തുടങ്ങുന്നു. ഈ സെല്ലിലെ ഇരുമ്പ് കമ്പി മുറിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ ഇത് ആരും കാണാതിരിക്കുന്നതിന് വേണ്ടി ഇയാൾ വളരെ സൂക്ഷ്മമായി നൂലൊക്കെ കെട്ടി അത് മറച്ചു വെക്കുകയാണ്. അങ്ങനെ നേരത്തെ ഈ പോലീസിൻ്റെയൊക്കെ ചോദ്യം ചെയ്യലിൽ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഗോവിന്ദചാമി മൊഴിയായി നൽകിയത്, ഒരു തവണ തന്നോട് ഈ കാര്യം ചോദിച്ചിരുന്നു, ഇത് ഈ നൂല് എന്തിനാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചിരുന്നു. പക്ഷെ അന്ന് ഗോവിന്ദചാമി മറുപടി നൽകി, എലി കയറുന്നതുകൊണ്ട്, താഴ്ഭാഗത്തു നിന്നും എലി കയറുന്നതുകൊണ്ടാണ് അതങ്ങനെ കെട്ടിവെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത് അപ്പാടെ തന്നെ വിശ്വസിച്ച് ആ ഉദ്യോഗസ്ഥൻ പോയി എന്നതാണ്. ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പല ഉദ്യോഗസ്ഥർ ഈ ഡ്യൂട്ടി മാറിയൊക്കെ അവിടെ വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒന്നും ആർക്കും ഒരു സംശയം തോന്നിയില്ലേ എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. മറ്റൊന്ന്, ഇയാൾ ഇതിനു വേണ്ടി ശേഖരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, ഈ പുതപ്പുകൾ, അതോടൊപ്പം തന്നെ ഇയാൾ കരുതിയിട്ടുള്ള ഈ ആയുധം, ഇതിനുള്ള അരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ സൂക്ഷിച്ചത് ഇതേ സെല്ലിൽ തന്നെയാണ്. അപ്പോൾ ഈ സെല്ലിൽ നമുക്കറിയാം, ജയിലിൽ എല്ലാ ദിവസവും ഈ റൊട്ടീൻ പരിശോധന നടക്കുന്നതാണ്. പ്രത്യേകിച്ച് സെല്ലുകളിൽ എന്തെങ്കിലും ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ ജയിലുകളിലൊക്കെ ആത്മഹത്യാ സംഭവങ്ങളും ശ്രമങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി അത്തരത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കണ്ണൂർ ജയിലിൽ തന്നെ ഈ ലഹരി മരുന്നുകൾ, മൊബൈൽ ഫോണുകളുടെ ഒക്കെ സാന്നിധ്യം സെല്ലുകളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ദിവസവും ഈ ജയിലിൽ റൊട്ടീൻ പരിശോധനകൾ നടക്കുന്നത്. കൃത്യമായി രാവിലെയും വൈകിട്ടും അത്തരം പരിശോധനകൾ നടക്കേണ്ടതാണ്. പക്ഷേ അപ്പോൾ ഈ മാസങ്ങളായി നടന്ന ഈ പരിശോധനകളിലൊന്നും ഇത്തരം സാധനങ്ങളൊന്നും അവിടെ സൂക്ഷിച്ചത് ഒരു തടവുകാരൻ, ഇത്രയും കൊടും ക്രിമിനലായിട്ടുള്ള ഒരു തടവുകാരൻ ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ, അതും അയാളുടേതല്ലാത്ത വസ്ത്രങ്ങളും പുതപ്പുകളൊക്കെ സെല്ലിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായും അത് ചോദിക്കേണ്ടതാണ്. ഇത് മറ്റ് സെല്ലുകൾ പോലെ, മറ്റ് ബ്ലോക്കുകൾ പോലെയല്ല. ഇയാളെ പൂർണ്ണ സമയവും പൂട്ടിയിട്ട് അവിടെ കൃത്യമായ നിരീക്ഷണം വേണ്ട ഒരു സെല്ലാണ് ഈ 10B എന്ന് പറയുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞാൽ അപകടം വിതക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിലുള്ള തടവുകാർ, അതോടൊപ്പം തന്നെ മാനസിക വിഭ്രാന്തി, അത്തരത്തിലുള്ള വൈകൃതങ്ങളുള്ള കുറ്റവാളികൾ, ഈ ഗോവിന്ദചാമിയെ പോലുള്ള കൊടും ക്രിമിനലുകളുള്ള അത്തരത്തിലുള്ള പ്രത്യേക അതീവ സുരക്ഷാ സെല്ലാണ്. അപ്പോൾ അവിടെ ഇത്തരം പരിശോധനകളെല്ലാം ഈ ആസൂത്രണ സമയത്ത് തന്നെ നടന്നിട്ടില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനുശേഷം പിന്നീട് ഇയാൾ ഈ ജയിൽ ചാടുന്ന സമയത്ത് ഈ സെല്ല് മുറിച്ച് കടന്ന്, പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇയാൾ ജയിൽ കോമ്പൗണ്ടിലൂടെ, ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ച പോലെ അത്തരം ഈ വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളൊക്കെ എടുത്തു വെച്ച് അയാൾ ആദ്യത്തെ ഒരു മതിൽ കടക്കുന്നു, പിന്നീട് ക്വാറന്റൈൻ ബ്ലോക്കിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും സാധനങ്ങളൊക്കെ ശേഖരിച്ച് അതിൽ വലിയ ഉയരത്തിലുള്ള മതിൽ ചാടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ അയാൾ അവിടെ നടത്തുകയാണ്. അപ്പോൾ ആ സമയത്തും കൃത്യമായ നിരീക്ഷണം ഉണ്ടായില്ല, പരിശോധനകൾ ഉണ്ടായില്ല, CCTV നിരീക്ഷിച്ചില്ല. അങ്ങനെ അടിമുടി ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച പ്രത്യക്ഷത്തിൽ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അന്ന് ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടി ചുമതലയിലുണ്ടായിരുന്ന
ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ തന്നെ മറ്റൊരു അന്വേഷണത്തിന്, പോലീസിൻ്റെ അന്വേഷണത്തിനൊപ്പം തന്നെ മറ്റൊരു അന്വേഷണത്തിന് അതിന് പ്രത്യേക സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ അന്വേഷണം എന്തായാലും ഉടൻ തുടങ്ങുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജയിലിൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ചിത്രമായിരിക്കും പുറത്തു വരിക. പ്രത്യേകിച്ച് കണ്ണൂരും വിയ്യൂരും പോലുള്ള ജയിലുകളിലൊക്കെ ഇത്ര കൊടും ക്രിമിനൽ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം പ്രശ്നമുണ്ട്, ആ സുരക്ഷാ സംവിധാനങ്ങളിൽ എത്രത്തോളം പാകപ്പിഴകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്, ദൃശ്യങ്ങളാണ് ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജയിലിൽ ഇത് ആദ്യമായിട്ടല്ല, നമ്മൾ തന്നെ പലതവണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ലഹരി മരുന്ന് പിടികൂടിയ സംഭവങ്ങൾ, മൊബൈൽ ഫോണുകൾ പിടികൂടിയ സംഭവങ്ങൾ, ഇലക്ട്രോണിക് മറ്റ് ഉപകരണങ്ങൾ പിടികൂടിയ സംഭവങ്ങൾ, ഈ സെല്ലിൽ തന്നെ സൂക്ഷിച്ച് അതിൻ്റെ അവർ കിടക്കുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ അടിയിലൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നു, ബ്ലോക്കിൻ്റെ പിൻഭാഗത്തൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഇത്തരത്തിൽ മൊബൈൽ ഫോണുകളും ലഹരി മരുന്നുകളും ഒളിപ്പിച്ചു വെക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ, അത് കേസായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധിയായിട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സമീപകാലത്ത് തന്നെ ഈ 10-ാം ബ്ലോക്കിൽ തന്നെ മൊബൈൽ ഫോണുകൾ പിടികൂടിയ സംഭവം കഴിഞ്ഞ 3 മാസത്തിനിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം സുരക്ഷാ വീഴ്ചകൾ, അതിൻ്റെ എല്ലാം ഈ ഗോവിന്ദച്ചാമി ഇപ്പോൾ ജയിൽ ചാടിയതിലൂടെ പുറത്തു വന്നത് നമ്മുടെ ജയിലിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയെക്കുറിച്ച്, വീഴ്ചകളെ പറ്റിയുള്ള നേർചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങളാണ്, കണ്ണൂർ ജയിലിനെ സംബന്ധിച്ച് ഓരോ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതിന് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മുടെ സംവിധാനത്തിൽ എത്രത്തോളം ഇററുകളുണ്ട്, പിഴവുകളുണ്ടെന്ന് നമ്മെ ബോധിപ്പിക്കുന്ന, നമ്മുടെ സംവിധാനത്തെ വീണ്ടും ഒന്ന് ഉത്ബോധിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. നമ്മൾ ഈ സുരക്ഷ, അതീവ സുരക്ഷ എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്ന ജയിലുകൾ, പല തടവുപുള്ളികൾക്കും ആ സുരക്ഷ എന്ന പേര് തമാശയാണെന്ന് നമ്മളെ പരിഹസിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ബി സെല്ലാണ്, അതീവ സുരക്ഷാ ജയിലാണ്. ഇവിടെ കൊടും ക്രിമിനലുകൾ മാത്രമാണ് ഉള്ളത്. ആ ക്രിമിനലുകൾക്ക് വളരെ നിസ്സാരമായി, സിമ്പിളായി ജയിൽ ചാടാനാകുമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടി. ഈ പറഞ്ഞതുപോലെ ജയിൽ ചാട്ടത്തിൽ അല്പം സാഹസികതയുണ്ട്. ഈ പറഞ്ഞതുപോലെ കമ്പി, അത് ഇരുമ്പ് കമ്പി മുറിച്ച് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അതിനപ്പുറത്തേക്ക്, ആ പുറത്തേക്ക് ഇറങ്ങുന്ന ഇടം ഒരു വരാന്ത പോലെയുള്ള ഇടമാണ്. കൃത്യമായി ക്യാമറകൾ വർക്ക് ചെയ്യുന്നു. നമുക്ക് പോലും ഇത്രയും ക്ലിയറായി വിഷ്വലുകൾ പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ മോണിറ്ററിൽ വളരെ കൃത്യമായി, ക്രിസ്റ്റൽ ക്ലിയർ ആയി ദൃശ്യങ്ങൾ ഉണ്ടാകും. ആ ഉറങ്ങുന്ന സമയത്ത് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ ഈ നാണക്കേട് ജയിൽ വകുപ്പിന് ഉണ്ടാവില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ 2-2.5 മണിക്കൂർ കൂടുമ്പോൾ ഓരോ തവണ റൗണ്ട്സ് നടത്തണമെന്ന നിയമമൊക്കെ അവിടെയുണ്ട്. അതിനിപ്പോൾ ഒരു ഘട്ടത്തിൽ പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നാലും ഒരു തവണയെങ്കിലും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ, ആ പറയുന്ന മോണിറ്ററിംഗ് സെന്ററിൽ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും കൃത്യമായി ജോലി ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ചീത്തപ്പേര് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിബന്ധങ്ങൾ ജയിൽ വകുപ്പിന് ഏറെയുണ്ട്. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പല ആവർത്തി പറഞ്ഞതുപോലെ അവരുടെ അംഗബലം കുറവാണ്, ക്രിമിനലുകൾ കൂടുകയാണ്, ജയിൽ സൗകര്യം കുറവാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഗോവിന്ദച്ചാമി ചാടിയ കാര്യത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ട്. ഏറ്റവും സുരക്ഷ ഒരുക്കേണ്ട, ഏറ്റവും കരുതൽ വേണ്ടി വരുന്ന, ഏത് സമയത്തും എന്തും ചെയ്യാൻ, സ്വഭാവം പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, പുറത്തേക്കിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാകുമെന്ന് ഉറപ്പുള്ള ഒരു ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. ആ ഗോവിന്ദച്ചാമി ഇത്രയും നിസ്സാരമായാണ് കൈകാര്യം ചെയ്തതെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ സങ്കടം, അതേപോലെ രോഷവും ഉണ്ടാകും. കാരണം കൃത്യമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം. കടുത്ത നടപടികൾ, ഈ പറഞ്ഞ 3 ഉദ്യോഗസ്ഥർക്ക് പുറമെ വീഴ്ച ആർക്കൊക്കെ സംഭവിച്ചുവോ അവർക്കെല്ലാമെതിരെ ഉണ്ടാകണം. പല ആവർത്തി പലതവണ അരുൺ പുപ്പർമ തന്നെ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താണ്. ഈ ബീസിലേക്ക് അടക്കം മൊബൈൽ ഫോണുകൾ എത്തുന്നുണ്ട്. മതിലിനപ്പുറത്ത് നിന്ന് കഞ്ചാവ് എറിഞ്ഞു കൊടുക്കാറുണ്ട്, ബീഡി എറിഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ജയിൽ അവസ്ഥ മാത്രമല്ല, വിയൂർ ജയിലടക്കം സമാനമായ പരാതികൾ ഉയർന്നാണ്. അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ, ശിക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ 5-6 മാസം കൊണ്ട് അവിടുത്തെ തടവുപുള്ളികൾ പിന്നീട് ജയിൽ മേറ്റ്സുകളാകും, അവർ സുഹൃത്തുക്കളാകും. ഒരു കോളേജ് വൈബാണ് പല ജയിലുകളും നടക്കും, ആരോപണം ഉയരുന്നു. അതൊക്കെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടിയാണ്. അതായത് ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടുമ്പോൾ അവിടെയുള്ള 4 സഹതടവുകാരായ സുഹൃത്തുക്കൾ അത് ഡിസ്കസ് ചെയ്യുന്നു. ഈ 4 സഹതടവുകാർക്കും അതറിയാം, അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്നും അവർക്കറിയാം. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അതൊരു പോലീസുകാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത് തടയാനൊരു നീക്കം അവർ നടത്തിയില്ല. അത് അവരുടെ ചുമതലയിൽ. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ തടവ് പുള്ളികളേക്ക് ഒരുമിച്ചിരുത്തി സൗഹൃദം ഉണ്ടാക്കിയാൽ അത് കൂടുതൽ വലിയ വലിയ ക്രൈമുകൾ ആസൂത്രണം ചെയ്യാൻ മാത്രമേ വഴിയൊരുക്കുകയുള്ളൂ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സവിശേഷ ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഗുരുതരമായ സുരക്ഷാ വീഴ്ചയോടെ ഏറ്റവും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ, അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നുന്ന ആ ജയിൽ ചാട്ടത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു 3 ലെയറായിട്ട് ഇരുമ്പറകളുള്ള ഒരു ജയിലാണ്, ഒരു സെല്ലാണ്. അതിൻ്റെ ഏറ്റവും താഴത്തെ ഈ പറഞ്ഞ ഇരുമ്പറ ഒരു 1.5 മാസത്തെ അധ്വാനം കൊണ്ട് തകർത്ത് അത് താഴേക്ക് വീണ ദിനം തന്നെ ഒരു ചെറിയ വിടവാണ്. ഒരു മനുഷ്യൻ അത് എങ്ങനെ അതിൽ നിന്ന് നൂഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ഗോവിന്ദച്ചാമി അത് പറ്റുമെന്ന് കാണിക്കുകയാണ്. അതിനായി ഗോവിന്ദച്ചാമി ജയിൽ മുറിക്കാൻ മാത്രമാണ്, ഈ ജയിൽ കമ്പി മുറിക്കാൻ മാത്രമാണോ 1.5 മാസത്തെ പരിശ്രമം? ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് ഈ ജയിൽ ചാട്ടത്തിന് വർഷങ്ങളുടെ ആസൂത്രണമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെ, എപ്പോൾ, ഏത് വഴി, എന്തൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണമെന്ന കൃത്യമായ ബോധ്യം ഗോവിന്ദച്ചാമിക്കുണ്ടായിരുന്നു. പക്ഷേ
ഗോവിന്ദചാമി ജയിൽ ചാടുമെന്ന ബോധ്യം പോലീസുകാർക്കുണ്ടായില്ല എന്നാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം. ഇതിന്റെ സൂചനകൾ വേണ്ടി വന്നാൽ ഒരു 5-6 മാസം ഗോവിന്ദചാമിയെ പുറത്തുനിന്ന് വെറുതെ നിരീക്ഷിച്ചാൽ പോലും ഗോവിന്ദചാമി എന്തോ ലക്ഷ്യമിടുന്നുണ്ട് മനസ്സിലാക്കും. അതിന് അധികം യുക്തിതരത്തിലേക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഗോവിന്ദചാമിയുടെ ഡയറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, രൂപമാറ്റം വരുത്തുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇതുപോലും പോലീസ് ശ്രദ്ധിച്ചില്ല. ഇതിനും അപ്പുറത്തേക്ക് 1.5 മാസം കൊണ്ട് ഈ പല സമയങ്ങൾ, ചിലപ്പോൾ ആ ജയിൽ കമ്പി മുറിച്ചത് രാത്രിയാകാം, പകലാകാം, ഈ പറഞ്ഞതുപോലെ ഈ റൊട്ടീൻ ഇല്ലാത്ത സമയമാകാം. ഈ സമയത്തൊക്കെ ഒരു ആയുധം വെച്ചൊരു ഇരുമ്പ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറു ശബ്ദം പോലും, അല്ലെങ്കിൽ ആ വഴിക്ക് പോകുമ്പോൾ ഒരു ചെറു സംശയം പോലും പോലീസിന് തോന്നിയില്ല എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ അവിടെ ഈ ഉപ്പിട്ട തുണി കൊണ്ട് ഈ ജയിൽ കമ്പി വരിഞ്ഞു കെട്ടിയ കണ്ടപ്പോൾ പോലീസുകാർ ചോദിച്ചപ്പോൾ ഗോവിന്ദചാമി നൽകിയ മറുപടി അത് ഈ പറഞ്ഞതുപോലെ എലിശല്യം കൂടുതലാണെന്നാണ് പറഞ്ഞത്. അത് അതേപോലെ വിശ്വസിച്ച പോലീസുകാർക്ക് അവരോടൊക്കെ എന്ത് പറയാനാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോഴും ആ ഘട്ടത്തിൽ പോലും ആ തുണി മാറ്റി ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇരുമ്പറ മുറിക്കുന്നതിൻ്റെ ഒരു തെളിവെങ്കിലും അവിടെ കിട്ടി ജയിൽ ചാട്ടം ഇല്ലാതാക്കാമായിരുന്നു. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ സമ്പൂർണ്ണ വീഴ്ചയുടെ സമ്പൂർണ്ണ പരാജയത്തിൻ്റെ പേരുകൂടിയാകുന്നു ഈ വിഷയത്തിൽ ജയിൽ വകുപ്പ്. കൃത്യമായ അന്വേഷണം, 3 തല അന്വേഷണം നടക്കുന്നുണ്ട്. ഒന്ന് ജയിൽ വകുപ്പിൻ്റേത്, മറ്റേത് പോലീസിൻ്റേത്. അതിനുമപ്പുറത്തേക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ച് ഉന്നതതല അന്വേഷണം, അതിൽ ഈ ജയിലിലുള്ള പരിമിതികളടക്കം പരിശോധിക്കപ്പെടും. അങ്ങനെ അല്പം വൈകിയെങ്കിലും ഗോവിന്ദചാമി രക്ഷപ്പെട്ടതിന് പിന്നാലെയെങ്കിലും ഉണർന്നിരിക്കുകയാണ് ജയിൽ വകുപ്പ് അടക്കമുള്ളവർ. ഈ പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങൾ നമ്മളേറെ ഞെട്ടിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.